സ്മരണകളിൽ കുഞ്ഞുഞ്ഞ്, ഫ്ലക്സിൽ കരിയോയിൽ, കോൺഗ്രസ് ഐക്യം സ്പ്രേ പെയിന്റിൽ മുങ്ങുകയാണോ? ഗ്രൂപ്പിസം പണ്ടേ കോൺഗ്രസിന്റെ ഐശ്വര്യമാണ്. എന്നാൽ ഇപ്പോൾ അത് വെറുമൊരു ഐശ്വര്യമല്ല, കരിയോയിലിന്റെയും സ്പ്രേ പെയിന്റിന്റെയും അകമ്പടിയോടെയുള്ള ഒരു കലാപ്രകടനം കൂടിയായി മാറിയിരിക്കുന്നു. അന്തരിച്ച നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാൻ സെൽഫി എടുത്തും വിതുമ്പിയും വോട്ട് പിടിച്ച അതേ കൈകൾ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്ലക്സ് കീറാൻ മടിക്കുന്നില്ല എന്നത് രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുകയാണ്. വി.ഡി. സതീശന്റെ മുഖത്ത് കരിയോയിൽ അഭിഷേകം നടക്കുമ്പോൾ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സിൽ സ്പ്രേ പെയിന്റ് അടിച്ച് മോടി പിടിപ്പിക്കുന്ന തിരക്കിലാണ് അണിയറയിലെ കലാകാരന്മാർ. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും പാലിക്കുന്ന പ്രാഥമിക മര്യാദകൾ കാറ്റിൽ പറത്തി സ്വന്തം വീട്ടിനുള്ളിൽ തന്നെ തുപ്പുന്ന ഈ സാംസ്കാരിക വിപ്ലവം കോൺഗ്രസിനെ എവിടെ എത്തിക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പുറമെ ഐക്യം പറയുമ്പോഴും അകമേ കരിയോയിൽ കരുതി വെക്കുന്നതാണ് പുതിയ കാലത്തെ ഗ്രൂപ്പിസം. ജനങ്ങളെ മണ്ടന്മാരാക്കി വോട്ട് പിടിച്ച ശേഷം പരസ്പരം പാരവെക്കുന്ന ഈ കാഴ്ച കാണുമ്പോൾ ഇവർ ഭരണത്തിൽ വന്നാൽ എന്താകും സ്ഥിതി എന്ന വോട്ടറുടെ ആശങ്ക അസ്ഥാനത്തല്ല. വികാരനിർഭരമായ പ്രസംഗങ്ങളും കുഞ്ഞുഞ്ഞ് സ്മരണകളും വെറും അധികാര കസേരയിലേക്കുള്ള ഏണിപ്പടികൾ മാത്രമായിരുന്നു. സ്വന്തം പാർട്ടിയുടെ കൊടിയും നേതാവിന്റെ ചിത്രവും സംരക്ഷിക്കാൻ കഴിയാത്തവർ എങ്ങനെ നാടിനെ നയിക്കും എന്ന ചോദ്യം ബാക്കിയാവുന്നു. കെട്ടുറപ്പില്ലാത്ത ഈ പായ്ക്കപ്പൽ എങ്ങോട്ടാണ് തുഴയുന്നത്? ഫ്ലക്സുകൾ സ്പ്രേ പെയിന്റ് അടിച്ചു തീർക്കാവുന്നതാണോ ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ? ഐക്യം എന്ന വാക്ക് കോൺഗ്രസ് ഡിക്ഷണറിയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണോ? ഒടുവിൽ പരസ്പരം കരിവാരി തേച്ച് സ്വന്തം മുഖം വികൃതമാക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തിൽ ബലിയാടാകുന്നത് വോട്ട് ചെയ്ത നിസ്സഹായരായ ജനങ്ങൾ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.